നമസ്കാരം, സോഴ്സാണ്. നമ്മളിന്ന് +2 മാത്സുകാർക്ക് വേണ്ടി ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ്. നമ്മളിന്ന് ഇപ്പോൾ എടുത്തേക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പക്ഷേ പല കുട്ടികൾക്കും ചെയ്യാൻ അറിയത്തില്ല എന്നേ പറയുള്ളൂ കേട്ടോ. ഈ ചാപ്റ്ററിലെ മിക്ക ടോപ്പിക്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച്, രണ്ടാമത്തേത് ഇൻക്രീസിങ് ഡിക്രീസിങ്, മൂന്നാമത്തേത് മാക്സിമം മിനിമം. ഈ 3 ടോപ്പിക്കും നമുക്ക് പലർക്കും ഒന്നുമേ അറിയാത്തവരുണ്ട്, പിന്നെ കുറച്ചൊക്കെ അറിയാവുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ നമുക്കിതൊരു രസകരമായിട്ടുള്ള ചാപ്റ്റർ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എക്സാമിന് പ്രയോജനം ചെയ്യുന്ന ചാപ്റ്റർ ആണ്. ഇപ്പൊ നമ്മുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ 9 മാർക്കാണ്. പക്ഷെ ആ ചാപ്റ്ററിന് 9 കിട്ടാൻ നമ്മൾ ഒത്തിരി പഠിക്കണം. പക്ഷെ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് പഠിച്ചുകൊണ്ട് 7 മാർക്ക് വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവന്റെ ആ ഉറപ്പായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പഠിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷെ അത് പഠിക്കാനുള്ള ഒരു മടി കാരണം നിങ്ങൾ പഠിക്കാറില്ല. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ എക്സാമിന് വേണ്ട കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്ന് അതിന്റെ ആൻസേഴ്സ് തന്ന് നിങ്ങളെ എക്സാമിന് വിടുക. മാത്സിന് ഫുൾ മാർക്ക് വാങ്ങുക. ഇത്രയും മാത്രമാണ് നമ്മൾ തരുന്ന കാര്യങ്ങൾ. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിയാണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ആകെ ഇത്രയും മാത്രം. നമ്മുടെ ഫീസ് വളരെ ചെറുതാണ്. ഇത്രയേ ഉള്ളൂ ആകെയുള്ളത്, ഇത്രയും മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റൻ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്നുകൂടെ പതുക്കെ വായിക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f of x equal to 4x³ minus 18x² plus 27x minus 7 is always increasing on R. ഓൾവേസ് ഇൻക്രീസിങ്, ഇതൊരു എപ്പോഴും ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ആർ മീൻസ് റിയൽ ഇന്റർവൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവൽ ആണ്. അപ്പൊ ഈ ആർ എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഇന്റർവൽ ആയിട്ട് എഴുതുവാണെങ്കിൽ ഇതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ലൈനിൽ -ഇൻഫിനിറ്റി തൊട്ട് +ഇൻഫിനിറ്റി വരെ ഈ ഫംഗ്ഷൻ ഇങ്ങനെ അങ്ങോട്ട് പോകത്തേ ഉള്ളെന്ന്, ഒരിക്കലും താഴാൻ പോകുന്നില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട്. ഇൻക്രീസിങ് എന്ന് ചോദിക്കും, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങിന്റെ ക്വസ്റ്റൻ ഉണ്ട്. ഇത് ഇൻക്രീസിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം f of x എടുത്ത് അങ്ങോട്ട് എഴുതാം. 4x³ minus 18x² plus 27x minus 7. ഉടനെ അതിന്റെ ഡെറിവേറ്റീവ് ആയ dy/dx പകരം f' എന്ന് എഴുതണം. ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് പറയണം. ആദ്യത്തെ ടൈം 4x³. നിങ്ങൾ 4നെ മാറ്റി നിർത്തിയാൽ x³ എന്തായിരുന്നു? x³ ഡെറിവേറ്റീവ് x³ 3x³ -1 that is 3x². അപ്പൊ 4 ചേർത്ത് എഴുതുമ്പോൾ 4 × 3x². ഇങ്ങനെയാണ് ആദ്യത്തെ ടൈം. ഓക്കെ, 18x² ചെയ്യുമ്പോൾ 18നെ മാറ്റി, എന്നിട്ട് x². ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം 2x അല്ലേ? അപ്പൊ x² ഡെറിവേറ്റീവ് 2x-നോട് 18 എഴുതുമ്പോൾ 18 × 2x. 27x-ന്റേത് 27 × x-ന്റേത് 1, 7ന്റെ ഡെറിവേറ്റീവ് എത്രയായി? 0. അപ്പൊ എല്ലാത്തിനും ഡെറിവേറ്റീവ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ that is 12x² 36x plus 27 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇത് ചെയ്ത് കാണിക്കേണ്ടത്? അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ചെയ്ത് കാണിക്കേണ്ടതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓൾവേസ് ഇൻക്രീസിങ് ഇൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ കണ്ടീഷൻ നമുക്ക് ചെയ്ത് കാണിക്കേണ്ടത്. f' ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ f' ഉണ്ടല്ലോ, ഈ f'-നുള്ളിൽ ഈ എക്സിന്റെ പ്ലേസ് ഉണ്ട്. ഈ എക്സ് കാണുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ആരെയും കൊടുക്കാം. -ലോട്ട് പ്ലസ് വരെയുള്ള ഏത് നമ്പർ, ഡെസിമല്, ഫ്രാക്ഷന്, ഒരു ഇന്റിജർ, നെഗറ്റീവ് ഇന്റിജർ ആരെ കൊടുക്കാം. കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് ആൻസർ വരരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് 0 കിട്ടാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കിട്ടാം. ഒരിക്കലും നെഗറ്റീവ് കിട്ടരുത്. അപ്പൊ ഇത് കിട്ടാം, ഇത് കിട്ടാം, നെഗറ്റീവ് ആൻസർ കിട്ടരുത്. ഇപ്പൊ ഇവിടെ എക്സിന്റെ പ്ലേസിൽ നിങ്ങൾക്ക് ആരെ കൊടുത്താൽ ഇത് പോസിറ്റീവേ കിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പൊ കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല. എക്സിനൊക്കെ ചില നമ്പർ കൊടുത്താൽ ആൻസർ നെഗറ്റീവ് ആകാം എന്നുള്ളൊരു ധാരണയിലല്ലേ ഈ ക്വസ്റ്റൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എക്സിന് ആരെ കൊടുത്താൽ ഇതിന്റെ ആൻസർ പോസിറ്റീവ് ആകുമെന്ന്? ഇല്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള രീതിയിൽ കൂടെ എത്തിക്കണമെങ്കിൽ ഒരു ഹോൾ സ്ക്വയർ ഫോമിലോട്ട് ഇയാളെ ആൻസറിലോട്ട് മാറ്റാം. ഹോൾ സ്ക്വയർ ഫോം. എപ്പോഴും ഹോൾ സ്ക്വയർ കിടക്കുന്ന ഒരു ടേം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഒരിക്കലും നെഗറ്റീവിൽ ഉള്ളത് നിങ്ങൾക്കറിയാം. ഏത് നമ്പറിന്റെയും ഹോൾ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇയാൾ നമ്മൾ ഹോൾ സ്ക്വയറിന്റെ ഫോമിലോട്ട് മാറ്റണം. അതിനുവേണ്ടി നമ്മളുള്ള ആ പണിയാണ് ഇതിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ 12x², 36x, 27 ഈ 3 നമ്പറിനെ നോക്കിക്കുക. 12, 36, 27 നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്ന നമ്പർ കേട്ടോ. ഈ 3 എടുത്തു ഒരാളെ കോമൺ എടുക്കാം. ആരെയാണെന്ന് എളുപ്പം ഒന്ന് ഗസ് ചെയ്തേ. 12, 36, 27.
മൂന്നിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ നമ്പർ, അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ നമ്പർ ഉണ്ട്. ആരുണ്ട്? 12നെയും 36നെയും 27നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 3 നമുക്ക് കോമൺ എടുക്കാം. അപ്പൊ ദാറ്റ് ഈസ് 3 ഇൻറ്റു, അപ്പൊ 12x² 3 കോമൺ വന്നാൽ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4x², 36/3 12x, 27/3 9. ഇത്രേ ഉള്ളൂ കേട്ടോ. കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സിമ്പിളാ. നമ്മൾ ടീച്ചേഴ്സ് വളരെ സ്പീഡിൽ എഴുതി നോക്കും, നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തൂല. ഇത്രേ ഉള്ളൂ. ഡിവൈഡ് ചെയ്ത് എഴുതണം. 12/3 4, 36/3 12, 27/3 9. ഇത്രേ ഉള്ളൂ കോമൺ എടുക്കുക എന്ന് പറയാം കേട്ടോ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ബ്രാക്കറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. 4x² - 12x + 9. ഇതിനൊരു ഹോൾ സ്ക്വയറിന്റെ ഫോർമുല എഴുതാൻ പറ്റും. എങ്ങനെയാന്ന് കേട്ടോ. 4x² എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ മോനെ? 2x-ന്റെ സ്ക്വയറാ. 9 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? 3-യുടെ സ്ക്വയറാ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ നടുക്കത്തെ ടൈമിന് ഞാൻ ഈ പറയാൻ പോകുന്ന പോലെയാണ് നോക്കണം. 2x-ന്റെയും 3-യുടെയും പ്രോഡക്റ്റ് എത്ര? 2x-ഉം 3 കൂടി ഇൻറ്റു ചെയ്താൽ 6x. 6x-ന്റെ ഇരട്ടിയല്ലേ മോനെ നടുക്ക് കിടക്കുന്ന 12x. അങ്ങനെയാണ് ഇതൊരു ഹോൾ സ്ക്വയർ ആക്കി മാറ്റം എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് 2x-ന്റെ സ്ക്വയർ, 9 എന്ന് പറഞ്ഞാൽ 3-യുടെ സ്ക്വയർ. 2x-ന്റെയും 3-യുടെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 6x. 6x-ന്റെ ഇരട്ടിയാണ് 12x. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കോ. 2x എഴുതുക, ഈ 3 എഴുതുക, നടുക്കുന്ന മൈനസിന് എടുക്കുക, ഹോൾ സ്ക്വയർ ഉണ്ടോ. അപ്പൊ നമുക്ക് 3 × 2x - 3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് പേടിക്കേണ്ട. ഹോൾ സ്ക്വയർ എപ്പോഴും > എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ദിസ് ഈസ് > 0 എന്ന് പറഞ്ഞാൽ ഒന്നിൽ 0 കിട്ടാം, അല്ലെങ്കിൽ 0-ന് മേലുള്ള പോസിറ്റീവ് കിട്ടാം. ഒരിക്കലും നെഗറ്റീവ് കിട്ടില്ല. നെഗറ്റീവ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം? Therefore f of x is always increasing on r. ക്ലിയർ ആയില്ലയോ? ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇവനെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്സ് ഇഷ്ടപ്പെടും. ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചാൽ ഇഷ്ടപ്പെടും. മനസ്സിലാക്കുന്ന രീതി കൂടെ കേട്ടാലും നല്ലതാണ് അല്ലേ. നമ്മൾ പലപ്പോഴും പലയിടത്തുനിന്നും കിട്ടുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവാത്തൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മാത്സിനെയാണ് നിങ്ങൾ എപ്പോൾ മനസ്സിലാവുന്നു അവിടെ കയറി പിടിച്ചേക്കണം. മീൻസ് അവിടെ തൊട്ടങ്ങോട്ട് പഠിച്ചു തുടങ്ങിക്കോണം. ഇപ്പൊ നമ്മൾ ഈ ചാനൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ഇനി ഫോളോ ചെയ്യാം. എക്സാം വരെ ഉണ്ട്. ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഇനി ഇങ്ങനെ കുറച്ച് നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഫുൾ ക്ലാസ്സും ഫുൾ കാര്യങ്ങളും കിട്ടാൻ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.